ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊഫസർ PS വേലായുധൻ്റെ ലോക ചരിത്രമാണ്. അതിൻ്റെ 6ാമത്തെ ചാപ്റ്ററാണ് സുമേറിയൻ നാഗരികത. ഫസ്റ്റ് അതിൻ്റെ ചരിത്രം നോക്കാം. ഈജിപ്ഷ്യൻ നാഗരികത പോലെ തന്നെ ഉജ്ജ്വലമായ ഒരു സമകാലിക നാഗരികത മെസൊപ്പൊട്ടേമിയയിലും ഉദിച്ചു വന്നിരുന്നു. പശ്ചിമേഷ്യയിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയ്ക്കുള്ള ഫലഭൂയിഷ്ഠമായ സമതലമാണ് മെസൊപ്പൊട്ടേമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പേര് ഗ്രീക്കുകാർ നൽകിയതാണ്. ഗ്രീക്ക് ഭാഷയിൽ മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിൽ എന്നതാണ്. മെസൊപ്പൊട്ടേമിയയുടെ ഉത്തരഭാഗത്ത് അസീരിയ എന്നും ദക്ഷിണ ഭാഗത്തിന് ബാബിലോണിയ എന്നും പേര് നൽകിയിട്ടുണ്ട്. ഉത്തര ബാബിലോണിയ സുമർ എന്നും ദക്ഷിണ ബാബിലോണിയ അക്കാദ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. മെസൊപ്പൊട്ടേമിയ ഈജിപ്തിനെ പോലെ പ്രകൃതി കെട്ടിയ കോട്ടകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നില്ല. അതിനാൽ ബാഹ്യലോകത്തു നിന്നും പല ജനസമൂഹങ്ങളും അടിക്കടി അങ്ങോട്ട് പ്രവഹിക്കുകയും അവരുടേതായ സാംസ്കാരിക സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയുന്നത്, അതായത് പശ്ചിമേഷ്യയിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികളുടെ ഇടയ്ക്കുള്ള ഫലഭൂയിഷ്ഠമായ സമതലമാണ് മെസൊപ്പൊട്ടേമിയ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പേര് ഗ്രീക്കുകാർ നൽകിയതാണ്. ഗ്രീക്ക് ഭാഷയിൽ മെസൊപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്കിടയിൽ എന്നതാണ്. അപ്പോൾ മെസൊപ്പൊട്ടേമിയയുടെ ഉത്തരഭാഗത്തിന് അസീരിയ എന്നും ദക്ഷിണ ഭാഗത്തിന് ബാബിലോണിയ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഉത്തര ബാബിലോണിയ സുമാർ എന്നും ദക്ഷിണ ബാബിലോണിയ അക്കാദ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഈ ദക്ഷിണ ബാബിലോണിയ അക്കാദ് എന്ന പേരിൽ അറിയപ്പെട്ടു. മെസൊപ്പൊട്ടേമിയ ഈജിപ്തിനെ പോലെ പ്രകൃതി കെട്ടിയ കോട്ടകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാഹ്യലോകത്തു നിന്ന് നിരവധി ജനസമൂഹങ്ങൾ അങ്ങോട്ട് വരികയും സാംസ്കാരിക സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി നാഗരിക ജീവിതത്തിൽ കെട്ടിപ്പടുത്ത സാംസ്കാരിക സംഭാവന നൽകിയ ആദ്യത്തെ ജനത ഏതായിരുന്നു? സുമേറിയക്കാരായിരുന്നു. അതായത് സിറ്റി ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് അവിടെയാണ്. അവർ മധ്യേഷ്യയിൽ നിന്നും വന്നവരാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അവരുടെ സംസ്കാരത്തിന് പുരാതന ഭാരതീയ സംസ്കാരവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അവർ BC 5000-നും 4000-നും ഇടയ്ക്ക് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് സമതലത്തിൽ ദക്ഷിണ ഭാഗത്ത് വസിച്ചിരുന്ന നാട്ടുകാരെ പരാജയപ്പെടുത്തി അവിടെ താമസമുറപ്പിക്കുകയും അനേകം നഗരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഊർ, ഉറൂക്ക്, ലഗാഷ്, ഉമ്മ, നിപ്പൂർ എന്നിവയാണ് ഈ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. ഈ രാഷ്ട്രങ്ങൾ പരസ്പരം മത്സരിക്കുകയും കലഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലക്രമത്തിൽ പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ ഒരു സുമേറിയൻ സാമ്രാജ്യം വളർന്നു വന്നു. ഏതാണ്ട് BC 2650 വരെ ഈ ഒരു സാമ്രാജ്യം നിലനിന്നു. അതിനുശേഷം അക്കാദിയന്മാരുടെ ആക്രമണത്തിന് വിധേയമായി പ്രസ്തുത സാമ്രാജ്യം എന്ത് ചെയ്തു? അധപതിക്കാൻ തുടങ്ങി. അതിൻ്റെ സ്ഥാനത്ത് അക്കാദിയന്മാർ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അപ്പോൾ നാഗരിക ജീവിതത്തിൽ കെട്ടിപ്പടുത്ത സാംസ്കാരിക സംഭാവനകൾ നൽകിയ ആദ്യത്തെ ജനസമൂഹം എന്ന് പറഞ്ഞത് ഏതായിരുന്നു? സുമേറിയൻസ് ആയിരുന്നു. അവർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണെന്ന് കരുതപ്പെടുന്നുണ്ട്. അവരുടെ സംസ്കാരത്തിന് പുരാതന ഭാരതീയ സംസ്കാരവുമായിട്ട് വളരെയധികം സാമ്യമുണ്ട്. അവർ BC 5000-നും 4000-നും ഇടയ്ക്ക് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് സമതലത്തിൽ ദക്ഷിണ ഭാഗത്ത് വസിച്ചിരുന്ന നാട്ടുകാരെ പരാജയപ്പെടുത്തി അവിടെ താമസമുറപ്പിക്കുകയും അനേകം നഗരങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഊർ, ഉറൂക്ക്, ലഗാഷ്, ഉമ്മ, നിപ്പൂർ എന്നിവയാണ് ഈ നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. സുമേറിയന്മാർ സ്ഥാപിച്ച നഗരങ്ങൾ പലതും നഗരരാഷ്ട്രങ്ങളായി വികസിച്ചു. ഈ രാഷ്ട്രങ്ങൾ പരസ്പരം മത്സരിക്കുകയും കലഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. കാലക്രമത്തിൽ പേർഷ്യൻ ഉൾക്കടൽ മുതൽ ചെങ്കടൽ വരെ വിസ്തൃതമായ ഒരു സുമേറിയൻ സാമ്രാജ്യം വളർന്നു വന്നു. ഏതാണ്ട് BC 2650 വരെ ഈ ഒരു സാമ്രാജ്യം നിലനിന്നു. അതിനുശേഷം അക്കാദിയന്മാരുടെ ആക്രമണത്തിന് വിധേയമായി പ്രസ്തുത സാമ്രാജ്യം അധപതിച്ചു. അതിൻ്റെ സ്ഥാനത്ത് അക്കാദിയന്മാർ ഒരു പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. BC 2350-നോടടുത്ത് അധികാരം കൈവശപ്പെടുത്തിയ സാർഗൺ എന്നു പേരായ ഒരാളാണ് അക്കാദിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പി. BC 2350-നോടടുത്ത് അധികാരം കൈവശപ്പെടുത്തിയ സാർഗൺ എന്ന പേരായ ഒരാളാണ് അക്കാദിയൻ സാമ്രാജ്യത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹത്തെ പറ്റി പല കഥകളുമുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്:
പതിതയായ ഒരു സ്ത്രീക്ക് രഹസ്യബന്ധത്തിൽ ജനിച്ച ഒരു ശിശുവായിരുന്നു സാർഗൺ. മാതാവ് ശിശുവിനെ ഒരു തൊട്ടിലാക്കി യൂഫ്രട്ടീസ് നദിയിൽ ഒഴുക്കി. കൃഷിക്ക് വെള്ളം വിട്ടുകൊണ്ടിരുന്ന ഒരാൾ ആ ശിശുവിനെ രക്ഷപ്പെടുത്തി വളർത്തിയെടുത്ത് ഒരു തോട്ടക്കാരനാക്കി. സെമിറ്റിക് ദേവതയായ ഇഷ്താറിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായിട്ടുള്ള സാർഗൻ രാജാവായി 55 കൊല്ലം ഭരിച്ചു. ഈ ഐതിഹ്യത്തിൽ ഉളഞ്ഞുകിടക്കുന്ന ചരിത്രം ഏതാണെന്ന് പറയുവാൻ കഴിയില്ല. എങ്കിലും അദ്ദേഹം രാജാവായതിനു ശേഷം സുമേറിയൻ രാജാവായ സാഗിസിയെ പരാജയപ്പെടുത്തി സുമർ കീഴടക്കുകയും അക്കാദ് മുതൽ എലാം രാജ്യത്തിൽ സൂസ എന്ന സ്ഥലം വരെയും തൻ്റെ അധീനതയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാജാവ്, അതായത് സാർഗൻ രാജാവിന് ശേഷം സുമേറിയൻ രാജാവായ സഗിസിയെ പരാജയപ്പെടുത്തി സുമർ കീഴടക്കുകയും അക്കാദ് മുതൽ എലാം രാജ്യത്തിൽ സുസ എന്ന സ്ഥലം വരെയും തൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കാദിൻ്റെ നാഗരികത സുമേറിയൻ നാഗരികതയുടെ ഒരു പുതിയ പതിപ്പ് മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സാർഗൻ്റെ ഭരണകാലത്ത് സുമേറിയൻ സംസ്കാരം സിറിയ, സൈപ്രസ് മുതലായ ദൂരദേശങ്ങളിലേക്ക് വ്യാപിച്ചു. അദ്ദേഹം സ്വദേശത്ത് ഒരു വലിയ കൊട്ടാരവും പല ദേവാലയങ്ങളും നിർമ്മിച്ചു. അപ്പോൾ സാർഗൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ശിഥിലമായി. എങ്കിലും ജനങ്ങൾ അദ്ദേഹത്തെ ദൈവത്തിൻ്റെ അവതാരമായിട്ട് ആരാധിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ഒരാളായ നരംസിനാണ് ആർമീനിയ മുതൽ പേർഷ്യൻ ഉൾക്കടലും ചെങ്കടലും വരെയും എലാം രാജ്യവും സാക്രോസ് പർവ്വതനിരയും മുതൽ മെഡിറ്ററേനിയൻ കടൽത്തീരം വരെയും നിലനിൽക്കുന്ന ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചത്. BC 2300 ശേഷം ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് സാക്രോസ് പർവ്വതങ്ങളിൽ നിന്ന് വന്ന ഗൂട്ടി എന്നു പേരായ സമരാസക്തരായ ഒരു കൂട്ടം ഗിരിവർഗ്ഗക്കാരെ സുമേറിയയും അക്കാദും ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ ഈ സാർഗൻ്റെ പിന്മുറയ്ക്ക് വന്നിട്ടുള്ള നരൻസിമാണ് അർമേനിയ മുതൽ പേർഷ്യൻ ഉൾക്കടലും ചെങ്കടലും വരെയും എലാം രാജ്യവും സാക്രോസ് പർവ്വതനിരയും മുതൽ മെഡിറ്ററേനിയൻ കടൽത്തീരം വരെയും നീണ്ടുകിടന്ന ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിച്ചു. അപ്പോൾ BC 2300 ശേഷം ഏറെക്കാലം കഴിയുന്നതിന് മുമ്പ് സാക്രോസ് പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് വന്ന ഗൂട്ടി എന്നു പേരായ സമരാസക്തരായ ഒരു കൂട്ടം ഗിരിവർഗ്ഗക്കാർ സുമേറിയയും അക്കാദും ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ ഒരു ശതാബ്ദത്തിലധികം അവിടെ അവരുടെ ആധിപത്യം നിലനിന്നു. എന്നാൽ BC 2250 കാലഘട്ടത്തിൽ ലഗാഷ് എന്ന നഗരരാഷ്ട്രം ഗൂഡിയ എന്ന ഭരണാധികാരിയുടെ കീഴിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് സ്ഥിതി ചെയ്തു. സുമേറിയൻ പ്രതിമാ ശില്പകലയുടെയും സാഹിത്യത്തിൻ്റെയും ക്ലാസിക്കൽ കാലഘട്ടമായിരുന്നു ഗൂഡിയയുടെ ഭരണകാലം. ഗൂഡിയയും മരണാനന്തരം ഒരു ദൈവമായി അവതരിക്കപ്പെട്ടു. BC 2150 മുതൽ 2050 വരെ ഊർ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമായിരുന്നു. സുമേറിയൻ നഗരമായ എറിച്ച് ഗുഡി ആക്രമണകാരികളെ തുരത്തുന്നതിന് മുൻകൈയെടുത്തു. ഇതിൻ്റെ ഫലമായി സുമേറിയൻ മേധാവിത്വം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഊർ നഗരത്തിൻ്റെ നേതൃത്വത്തിലാണ് ഏകദേശം 100 കൊല്ലക്കാലം നീണ്ടുനിന്ന ഈ ഒരു മേധാവിത്വം നിലനിന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പുതുതായി ഉയർത്തെഴുന്നേറ്റ സുമേറിയൻ സാമ്രാജ്യത്തിൻ്റെ ഊർ സാമ്രാജ്യം എന്ന് പറയാൻ കാരണം. ഈ സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിമാരിലെ പ്രമുഖനായിരുന്നു ഡുംഗി അഥവാ ഷുൽഗി. ഇവരുടെ കാലത്താണ് സാമ്രാജ്യം വിസ്തൃതി പ്രാപിച്ചത്. പക്ഷേ സാമ്രാജ്യം അതിൻ്റെ മാക്സിമം വിസ്തൃതി വർദ്ധിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം സാമ്രാജ്യത്തിൻ്റെ അധപതനം ആരംഭിക്കുകയും എലാമൈറ്റുകളുടെ ആക്രമണത്തിന് വിധേയമായി അത് തകർന്നു പോവുകയും ചെയ്തു. ഇനി വരുന്നത് സുമേറിയൻ നാഗരികത. സുമേറിയൻ ജനത വിശിഷ്ടമായൊരു നാഗരികത പടുത്തുയർത്തുകയുണ്ടായി. പിൽക്കാലത്ത് ഉയർന്നു വന്ന ബാബിലോണിയൻ നാഗരികതയുടെയും അസീരിയൻ നാഗരികതയുടെയും അടിത്തറ പാകിയത് സുമേറിയൻ നാഗരികതയാണ്. എഴുത്തുകലയുടെ വളർച്ചയ്ക്ക് സുമേറിയൻ നൽകിയ മഹത്തായ സംഭാവനകളെക്കുറിച്ച് മുമ്പൊരിക്കൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൂണിഫോം അക്ഷരമാലയുടെ ശില്പികൾ ആരായിരുന്നു? സുമേറിയക്കാരായിരുന്നു. മതം, ശാസ്ത്രം, വാണിജ്യം, നിയമം എന്നീ തുറകളിൽ അവർ അതിവിശിഷ്ടമായ സംഭാവനകൾ നൽകി. സുമേറിയന്മാരുടെ പ്രധാന ജീവിതമാർഗം കൃഷിയായിരുന്നു. അവർക്ക് ഒന്നാന്തരം ജലസേചന പദ്ധതികളുണ്ടായിരുന്നു. മേത്തരം ധാന്യങ്ങളും ഫലവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതിൽ അവർ വിദഗ്ധരായിരുന്നു. കൃഷി കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം അവരെ കച്ചവടത്തിനായിരുന്നു നൽകിയിരുന്നത്. അന്യരാജ്യങ്ങളുമായി വിപുലമായ വ്യാപാര ബന്ധങ്ങളിൽ അവർ ഏർപ്പെടുത്തിയിരുന്നു. സ്വർണ്ണക്കട്ടികളും വെള്ളിയുമാണ് പണമായി ഉപയോഗിച്ചിരുന്നത്. നമുക്കിന്ന് സുപരിചിതമായ ബിൽ, രസീത് ഇത്യാദി പ്രമാണങ്ങൾ അന്ന് സുമേറിയക്കാരുടെ ഇടയിൽ നിലവിലുണ്ടായിരുന്നു. സുമേറിയന്മാർക്ക് ഇന്ത്യക്കാരുമായി വാണിജ്യ ബന്ധമുള്ളതായിട്ട് ഊഹിക്കാൻ ന്യായമുണ്ട്. എന്തെന്നാൽ സുമേറിയന്മാരുടെ ചില സീലുകളിൽ ഇന്ത്യയുടെ ജന്തുക്കളുടെ രൂപം മുദ്രണം ചെയ്തിട്ടുണ്ട്.
അപ്രകാരം തന്നെ സിന്ധു നദീതടത്തിലെ മോഹൻജദാരിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുള്ള ചരിത്ര അവശിഷ്ടങ്ങളിൽ സുമേരിയയിൽ ഉത്ഭവിച്ച പല വസ്തുക്കളും ഉൾപ്പെടുന്നുണ്ട്. ഇനി സുമേറിയന്മാരുടെ ഇടയിൽ മതത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ആദ്യം ബഹുദൈവ ആരാധകരായിരുന്നു. അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്ന ദൈവങ്ങൾ മനുഷ്യ സാധാരണമായ വികാര ദൗർബല്യങ്ങൾക്ക് വിധേയരായിരുന്നു. നഗരരാഷ്ട്രങ്ങൾ നിലവിലുണ്ടായിരുന്ന ആദ്യകാലങ്ങളിൽ ഓരോ പട്ടണത്തിലും ഓരോ പ്രത്യേക ദൈവമുണ്ടായിരുന്നു. ഉദാഹരണമായി ലാഴ്സ നഗരത്തിൻ്റെ ദൈവം ബബ്ബർ എന്നു പേരായ സൂര്യദേവതയായിരുന്നു. എറിച്ച് എൻകി എന്ന ജലദേവതയുടെ നഗരമായിരുന്നു. ഭൂമി ദേവതയായ എൻലിൻ നിപ്പോ നഗരത്തിലാണ് കുടികൊണ്ടിരുന്നത്. എല്ലാ ദൈവങ്ങളുടെയും മേധാവി ആകാശദേവതയായ അനു ആയിരുന്നു. ദൈവങ്ങളാണ് പ്രപഞ്ചത്തിലെ പൗരന്മാർ. അവരുടെ സഭയാണ് മനുഷ്യൻ്റെ ഭാഗധേയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവങ്ങളുടെ കളിപ്പാവം മാത്രമാണ്. ഇതായിരുന്നു സുമേരിയൻ മതത്തിൻ്റെ മൗലിക തത്വം. ദൈവങ്ങൾക്ക് വേണ്ടി അമ്പലങ്ങൾ നിർമ്മിച്ചിരുന്നു. അവയിൽ ചിലത് പുരോഹിതന്മാർക്കും തീർത്ഥാടകർക്കും താമസിക്കുവാനുള്ള മുറികളോടുകൂടി അതിവിശാലമായി പണിതിട്ടുള്ളവയായിരുന്നു. പുരോഹിതന്മാർ തന്നെയായിരുന്നു പണ്ഡിതന്മാരും. അതിനാൽ പ്രാചീന രേഖകൾ സൂക്ഷിച്ചിരുന്നത് ദേവാലയത്തിലാണ്. ദേവാലയങ്ങൾ തന്നെയായിരുന്നു വിദ്യാലയങ്ങളും ഗ്രന്ഥാലയങ്ങളും. ജന്തുക്കളെ കൊന്ന് അവയുടെ കരളും മറ്റവയവങ്ങളും പരിശോധിച്ച് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കി ഭാവി ഫലം പറയുന്ന പ്രവാചകന്മാരും അമ്പലവാസികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അമ്പലങ്ങളുടെ കീഴിൽ ധാരാളം ഭൂസ്വത്തും കന്നുകാലി സമ്പത്തും ഉണ്ടായിരുന്നു. അവ ജനങ്ങളിൽ നിന്ന് കരം പിരിക്കുക മാത്രമല്ല, അവർക്ക് വലിയ പലിശ നിരക്കിൽ പണവും ധാന്യവും കടം കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ശവകുടീരത്തിന് മാതൃദേഹത്തിൻ്റെ കൂടെ ഭക്ഷ്യവിഭവങ്ങളും ഉപകരണങ്ങളും സംസ്കരിക്കുന്ന പതിവുണ്ടായതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരം മരണം കൊണ്ട് അവസാനിക്കുന്നില്ലെന്ന് സുമേറിയന്മാർ വിശ്വസിച്ചിരുന്നുവെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവരുടെ മതത്തിൽ സ്വർഗവും നരകവും വിഭാവനം ചെയ്യപ്പെട്ടിരുന്നില്ല. അതിനാൽ ശാശ്വതമായ പരലോക സുഖത്തിനു വേണ്ടിയല്ല, ഇഹലോക സുഖത്തിനു വേണ്ടിയാണ് പ്രാർത്ഥനയും യാഗങ്ങളും അവർ നടത്തിയിരുന്നത്. ഇനി സുമേറിയൻ ശാസ്ത്രമണ്ഡലത്തിൻ്റെ മഹത്തായ സംഭാവനകൾ ചെയ്ത് സുമേറിയന്മാർ ശാസ്ത്രമണ്ഡലത്തിൽ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഗണിതത്തിൽ ഗുണനം കണ്ടുപിടിച്ചത് അവരാണ്. അവർ ചന്ദ്രൻ്റെ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും ആധാരമാക്കിയുള്ള ഒരു പ്രത്യേക പഞ്ചാംഗവും കണ്ടുപിടിച്ചു. വൈദ്യശാസ്ത്രത്തിൽ സുമേറിയന്മാർ അധികം പുരോഗമിച്ചിരുന്നില്ല. മരുന്നും മന്ത്രവാദവും കൂടിക്കലർന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ലോഹപ്പണി, കൊത്തുപണി, രത്നവേല എന്നീ ശില്പകലകളിലും അവർ അത്ഭുതകരമായ ചാതുര്യം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കമനീയ കലശങ്ങൾ ഉണ്ടാക്കുന്നതിൽ അവർ അനിതസാധാരണമായ ഭാവനാവിലാസവും കരവിരുതും പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആർച്ചുവേല, കുംഭഗോപുര നിർമ്മാണം എന്നിവയിലാണ് അവരുടെ ശില്പകലാ വൈദഗ്ധ്യം സവിശേഷമായി പ്രകാശിച്ചിരുന്നത്. പരിഷ്കൃത രീതിയിലുള്ള അളവുകളും തൂക്കങ്ങളും സുമേറിയന്മാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിയമമണ്ഡലത്തിലാണ് സുമേറിയന്മാരുടെ ഏറ്റവും മഹത്തായ നേട്ടം. ഡുങ്കി ചക്രവർത്തിയാണ് സുമേറിയൻ നിയമങ്ങൾ ആദ്യമായി ക്രോഡീകരിച്ചത്. പിൽക്കാലത്ത് ബാബിലോണിയന്മാർ, കാർഡിയന്മാർ, ഹീബ്രുക്കൾ എന്നിവരുടെ നിയമസംഹിതയുടെ മൂലം അല്ലെങ്കിൽ അടിസ്ഥാനം ഡുങ്കിയുടെ നിയമസംഹിതയായിരുന്നു. ഈ നിയമസംഹിത പരിഷ്കരിച്ചാണ് ഹമ്മുറാബിയുടെ സുപ്രസിദ്ധ നിയമസംഹിത. മാനവചരിത്രത്തിലെ ആദ്യത്തേതെന്ന് പറയുന്ന പലതും സുമേറിയൻ സംസ്കാരത്തിൽ നാം ദർശിക്കുന്നുണ്ട്. ഇപ്പോൾ സുപ്രസിദ്ധ ചരിത്രകാരനായ വിൽ ഡ്യൂറൻ്റെ അഭിപ്രായത്തിൽ രാഷ്ട്രങ്ങൾ, സാമ്രാജ്യങ്ങൾ, ജലസേചന പദ്ധതി, ക്രയവിക്രയ മാധ്യമമായ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഉപയോഗം, കച്ചവട കരാറുകൾ, കടവായ്പാ സമ്പ്രദായം, നിയമസംഹിത, ഗ്രന്ഥാവലയങ്ങൾ, അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ, കവിത, സാഹിത്യം, പ്രതിമാശില്പം, കൊട്ടാരങ്ങൾ, കോവിലകങ്ങൾ, ആർച്ചുകൾ, സ്തംഭങ്ങൾ, കുംഭഗോപുരങ്ങൾ എന്നിങ്ങനെ പലതും ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് സുമേറിയയിലാണ്. അപ്രകാരം തന്നെ അടിമത്തം, സ്വച്ഛാധിപത്യം, പൗരോഹിത്യം, സാമ്രാജ്യത്വം തുടങ്ങിയ പരിഷ്കാരത്തിൻ്റെ ദുർഭഗ സന്തതികൾ ആദ്യമായി വിപുലമായ തോതിൽ പ്രത്യക്ഷപ്പെട്ടതും എവിടെ തന്നെയാണ്? സുമേറിയയിൽ തന്നെയായിരുന്നു. ഈ ഒരു സുമേറിയൻ നാഗരികതയെക്കുറിച്ച് ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.